നമ്മുടെ 40 മണിക്കൂർ ആരാധനയുടെ സമാപന ദിവസം നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ ഈ ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന പുറകിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ജൂബിലി എംബ്ലം കാണുന്നുണ്ട്. ഇരുവശത്തിൽ നിന്നും 4 പേർ ദിവ്യകാരുണ്യനാഥനെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരായിട്ടുള്ള 4 പേർ ഇരുവശങ്ങളിലുമുണ്ട്. അത് ജൂബിലി എംബ്ലത്തിന്റെ ഭാഗമാണ്. കുരിശിനെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന മനുഷ്യ സമൂഹത്തിന്റെ പ്രതീകമാണ്. 4 പേരെന്ന് പറയുന്നത് 4 ദിക്കിൽ നിന്നുള്ള എല്ലാവരും, അതായത് എല്ലാ മനുഷ്യരുടെയും പ്രതീകമാണ്. അവർ ദിവ്യകാരുണ്യനാഥനെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണ്. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ആ എംബ്ലം ഒരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ തീർത്ഥാടകരാണ്. തീർത്ഥാടകർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇസ്രായേലിൽ തീർത്ഥാടനത്തിന്, നമ്മളല്ല, ചില ആളുകൾ പോവാറുണ്ട്, ഇസ്രായേലിൽ വേളാങ്കണ്ണി പോവാറുണ്ട്, അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോവാറുണ്ട്. തീർത്ഥാടനത്തിന് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു വരും. അതുപോലെ മനുഷ്യ സമൂഹം ഈ ഭൂമിയിൽ തീർത്ഥാടകരാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സ്ഥിരതാമസക്കാരല്ല, കുടിയേറ്റക്കാരല്ല, തീർത്ഥാടകരാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് നമ്മൾ ഈ തീർത്ഥാടനം ആരംഭിച്ചിട്ട് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്ത് തിരിച്ച് വീണ്ടും എങ്ങോട്ട് പോകും? സ്വർഗത്തിലേക്ക് പോകും. അതായത് നമ്മൾ വേളാങ്കണ്ണി പോയിട്ട് അവിടെ താമസിക്കാൻ, വീടെടുത്ത് താമസിക്കാൻ പോകുന്നതല്ല, പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരും. ഇതുപോലെ അതാണ് തീർത്ഥാടകരെന്ന് പറയുന്നത്. ഈ ഭൂമിയിലേക്ക് നമ്മൾ സ്വർഗത്തിൽ നിന്നൊരു തീർത്ഥാടനത്തിന് വന്ന് തിരിച്ച് സ്വർഗത്തിലേക്ക് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ ഇതാ ദിവ്യകാരുണ്യനാഥനെ ലക്ഷ്യം വെച്ച്, കുരിശിനെ ലക്ഷ്യം വെച്ച് പ്രത്യാശയോടുകൂടെ യാത്ര ചെയ്യുന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഈ പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. അത് മനോഹരമായി ഒരുക്കിയത് ഒത്തിരിയേറെ അധ്വാനത്തോടുകൂടെ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനച്ചനാണ് എന്നുള്ളതും അഭിമാനത്തോടുകൂടെ, നന്ദിയോടുകൂടെ ഓർക്കുകയും നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 1-ാം വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്നുള്ള വായനയാണ്. അതിൽ 1 മുതൽ 9 വരെയുള്ള കാര്യങ്ങളിൽ പ്രഭാഷകൻ പറയുന്നത് ദൈവം നമുക്ക് എന്ത് തന്നു. ദൈവം നമ്മെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അവിടുന്ന് നമുക്ക് അധരം തന്നു, കണ്ണ് തന്നു, ദൈവത്തിന്റെ മഹത്വം കാണാൻ കണ്ണ് തന്നു, കാത് തന്നു, നമ്മുടെ മനസ്സിന് ബുദ്ധി തന്നു, പ്രകാശം തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 10-ാമത്തെ വാക്യത്തിൽ പ്രഭാഷകൻ 11:17-10 പറയുകയാണ്, ഇത് നമ്മൾ അവിടുത്തെ മഹത്വം പ്രകീർത്തിച്ച് അവിടുത്തെ നാമത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് എന്ന്. കൈയടിച്ച് നന്ദി പറയാം. നമുക്ക് കർത്താവ് ഇതെല്ലാം തന്നിരിക്കുന്നത്, കർത്താവ് നമ്മെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്, നമുക്ക് കണ്ണിന് വെളിച്ചം തന്നത്, കാതിന് കേൾവി തന്നത്, മനസ്സിന് പ്രകാശം തന്നത്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തന്നത്, ഈ ആരാധിക്കാൻ കർത്താവ് നമുക്ക് അവസരമൊക്കെ തന്നിരിക്കുന്നത്, വിശ്വാസം തന്നത്, കുടുംബം തന്നത്, നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ദൈവം നമുക്ക് തന്നത്, നമ്മൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് അവിടുത്തെ മഹത്വം പ്രകീർത്തിച്ച് അവിടുത്തെ നാമം വിളിച്ച് ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. പ്രഭാഷകൻ 17:10 പറയുന്നു, ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതുകൊണ്ടാണ് ഈശോ തൻ്റെ അടുക്കലേക്ക് വരുന്ന ആരെങ്കിലുമൊക്കെ തടഞ്ഞപ്പോൾ ഈശോ കോപിച്ചത്. കാരണം ഈ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് കർത്താവിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ വരുന്നതിന് തടസ്സം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അവർ കോപിച്ചിട്ട് പറയാണ്, എല്ലാവരെയും എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. ലെറ്റ് ദ ചിൽഡ്രൻ കം ടു മീ.
എല്ലാ മനുഷ്യരും എൻ്റെ അടുക്കലേക്ക് ആകർഷിക്കപ്പെടണം. അങ്ങനെ എല്ലാ മനുഷ്യരും ഈശോയുടെ അടുക്കലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ 40 മണിക്കൂർ ആരാധനയുടെ ഈ സമയം നമുക്കുള്ളത്. എല്ലാവരും നമ്മുടെ ഹൃദയം കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവരും, ഈശോയുടെ അടുക്കലേക്ക് ഓടിയെത്തുന്നവരും, ഈശോയുടെ കാൽച്ചുവട്ടിൽ ഇരിക്കുന്നവരും, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരും, മഹത്വപ്പെടുത്തുന്നവരുമായി തീരണം എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലി സ്നേഹത്തോടെ സന്തോഷത്തോടെ അർപ്പിക്കാം. കണ്ണുകളടക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവമഹത്വം പ്രകീർത്തിക്കുന്നതിന് വന്നുപോയ വീഴ്ചകളെ ഓർത്തനുതപിക്കാം. ഈ ഭൂമിയിൽ നമ്മളൊരു തീർത്ഥാടകരാണ് എന്ന ബോധ്യം നമുക്ക് ചില സമയങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി. ഇവിടെ തന്നെ തമ്പടിക്കുന്നവരെ പോലെ ജീവിച്ചു പോയ സമയങ്ങളെ ഓർത്തനുതപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാം.